പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ബഹുജന റാലി നടത്താനൊരുങ്ങി CPM. മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ബഹുജന റാലി സംഘടിപ്പിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CAA തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള BJPയുടെ വർഗീയ ഇടപെടലാണെന്നും നിയമം നടപ്പാക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സംസ്ഥാന സർക്കാരെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളത്തിൽ പോരാട്ടം LDFും BJPയും തമ്മിലാണെന്ന EP ജയരാജന്റെ പ്രസ്താവന പാർട്ടി സെക്രട്ടറി തള്ളി. രാജ്യത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുവാനും വോട്ട് നേടാനുമുള്ള കേന്ദ്ര ശ്രമമാണ് പൗരത്വ ഭേദഗതി നിയമമെന്നും അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് BJP വർഗീയ ഇടപെടൽ നടത്തിയതെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എന്നാൽ നിയമം നടപ്പാക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. അത് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പാണ്. ഇതിനെതിരെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ബഹുജന റാലി സംഘടിപ്പിക്കുമെന്നും താൽപര്യമുള്ളവർക്കൊക്കെ റാലിയിൽ പങ്കെടുക്കാമെന്നും പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പമ്പിച്ച ബഹുജന റാലികൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇക്കാര്യത്തിൽ യോജിക്കാൻ കഴിയുന്ന സമാന ചിന്താഗതിക്കാരായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ബഹുജന റാലി കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ 10,000-കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു. വിഷയത്തിൽ BJPക്കും UDFനും ഒരേ സ്വരമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. മതനിരപേക്ഷതയുടെ അടിക്കല്ല് തകർത്തിട്ടും കോൺഗ്രസ് അനങ്ങുന്നില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു. അതിനിടെ കേരളത്തിൽ പോരാട്ടം LDFും BJPയും തമ്മിലാണെന്ന EP ജയരാജന്റെ പ്രസ്താവന പാർട്ടി സെക്രട്ടറിയും തള്ളി. കേരളത്തിൽ മത്സരം LDFും UDFും തമ്മിൽ തന്നെയാണ്. അതിലൊരു സംശയമില്ല. ഇവിടെ UDFും അതുപോലെ തന്നെ LDFും തമ്മിലാണ് മത്സരം, ശരിയായ മത്സരം. അത് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിശദീകരിച്ചതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതേസമയം വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്ക് EP തന്നെ മറുപടി നൽകും. അത്തരം ആരോപണങ്ങൾ പാർട്ടി ഏറ്റുപിടിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ജയിക്കില്ലെന്നും കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടില്ലെന്നും പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.